നമ്മൾ പലപ്പോഴും ആർത്രൈറ്റിസുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ ഷുഗറിനുണ്ട്, പ്രഷറിനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വന്നു, അതിന് മരുന്ന് കഴിക്കുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് മരുന്ന് കഴിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? ഈ മരുന്നുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തൊക്കെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അത് സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറയാമായിരുന്നു. ഒന്ന്, പ്രധാനപ്പെട്ടൊരു കാര്യം, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, നമ്മൾ ഡോക്ടറെ കണ്ടു, നമ്മൾ ആൻറ്റിബയോട്ടിക് 5 ദിവസം കഴിച്ചു, നമ്മുടെ അസുഖം കുറഞ്ഞ് പലപ്പോഴും നമ്മൾ ഡോക്ടറെ തിരിച്ച് കാണില്ല. കാരണം നമുക്ക് അസുഖം കുറഞ്ഞ് നമുക്കൊന്നും ചെയ്യേണ്ടെന്ന് നമുക്കറിയാം. ആർത്രൈറ്റിസിൻ്റെ പേഷ്യൻ്റ് എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് സന്ധികൾക്ക് വേദന വന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നിട്ട് ഡയഗ്നോസ് ചെയ്തു, മെത്തോട്രെക്സേറ്റോ HCQO എന്താണ് മരുന്ന് അത് കൊടുത്തു, വേദന കുറഞ്ഞു, മരുന്ന് അതുപോലെ നിർത്താവോ? അല്ലെങ്കിൽ മരുന്ന് മോണിറ്റർ ചെയ്യാതെ കഴിക്കാവോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആർത്രൈറ്റിസിൻ്റെ മരുന്നുകൾ നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനെ ശരിയാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതിനെ ശരിയാക്കുന്ന മരുന്നുകൾ ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകൾ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡുലേറ്റ് ചെയ്ത് ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുന്ന മരുന്നുകളാണ് നമ്മൾ ഇതിൽ കഴിക്കുന്നത്. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഒന്ന്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റായിട്ട് വേണം മോഡുലേറ്റ് ചെയ്യാൻ, കറക്റ്റായിട്ട് വേണം കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഡോസ് അധികമായാലും പ്രശ്നമാണ്, ഡോസ് കുറഞ്ഞാലും പ്രശ്നമാണ്. ഡോസ് കുറഞ്ഞാൽ അസുഖം കൺട്രോൾ ആകില്ല, ഡോസ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇൻഫെക്ഷൻ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറക്റ്റ് ഡോസിൽ കറക്റ്റ് സമയത്തേക്ക് നമ്മൾ കഴിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ മെഡിസിൻ തുടങ്ങിയാൽ പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ മരുന്നുകൾ ആക്ട് ചെയ്ത് വരാനായിട്ട് 1 മുതൽ 2 മാസം വരെ പിടിക്കും. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് എന്താ, മരുന്ന് തുടങ്ങി 2 ആഴ്ച ആയി കുറഞ്ഞില്ല, അടുത്ത ഡോക്ടറെ കാണിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മിനിമം ഒരു 2 മുതൽ 3 മാസം എടുക്കും മരുന്നുകൾ കൊണ്ട് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്ത് പതുക്കെ അസുഖം കുറഞ്ഞു വരാനും നല്ല രീതിയിൽ അസുഖം കൺട്രോളിൽ വരാനും. അപ്പോൾ സമയം കൊടുക്കുക മരുന്നുകൾക്ക്, ഒന്നാമത്തെ കാര്യം. 2, ചില ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഗുളികൾ നിർത്തും. എൻ്റെ വേദന കുറഞ്ഞല്ലോ, ഡോക്ടർ 2 മരുന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിൽ ഒരെണ്ണം കഴിക്കാതെ നോക്കാം. ഡോക്ടറോട് പറയത്തില്ല. HCQ മെത്തോട്രെക്സേറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ കുറച്ച് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട്, മെത്തോട്രെക്സേറ്റ് അങ്ങ് നിർത്തും. ഡോക്ടർക്ക് പറയത്തില്ല. അവർ എന്നിട്ട് നോക്കും, ഒരാഴ്ച നോക്കും, വേദന വരുന്നുണ്ടോ, വേദന വരുന്നില്ല, അപ്പോൾ കുഴപ്പമില്ല, 2 ആഴ്ച നിർത്തും, 3-ാമത്തെ ആഴ്ച നിർത്തും, വേദന വരുന്നില്ല, ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ HCQ അല്ലെങ്കിൽ ഏത് ആർത്രൈറ്റിസിൻ്റെ മരുന്നാണ് നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം വേദന തിരിച്ച് വരില്ല. അതിൻ്റെ എഫക്റ്റ് വരാൻ സമയമെടുക്കും. അതുപോലെ അതിൻ്റെ എഫക്റ്റ് പോയി അസുഖം റിലാപ്സ് തിരിച്ച് വരാനും സമയമെടുക്കും. പലപ്പോഴും മെത്തോട്രെക്സേറ്റ് നിർത്തിക്കഴിഞ്ഞാൽ 1, 1.5, 2 മാസം കഴിയുമ്പോഴായിരിക്കും അസുഖം തിരിച്ച് വരുന്നത്. ഇവർ നിർത്തുന്നൊരു ധൈര്യം എന്താണ്? ഗുളിക നിർത്തി വേദന തിരിച്ച് വന്നാൽ അടുത്ത ദിവസം എടുത്ത് കഴിച്ചാൽ മതിയല്ലോ എന്നാണ്. ഷുഗറിന് അങ്ങനെയാണല്ലോ. ഷുഗറിന് ഒരു ദിവസം നമ്മൾ ഇൻസുലിൻ എടുത്തില്ല, ഷുഗർ 500 ഉണ്ട്, നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം ഇൻസുലിൻ എടുത്തു, ഷുഗർ നേരെ കുറഞ്ഞ് വന്ന് 500 150 100 എന്താണെന്ന് വെച്ചാവും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. അസുഖം തിരിച്ച് വന്നു കഴിഞ്ഞാൽ അസുഖം സെയിം ഡോസ് മരുന്ന് കഴിച്ച് ചിലപ്പോൾ അസുഖം കൺട്രോളായി കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ബോഡി അതിന് റെസിസ്റ്റൻ്റ് ആകും. വേറൊരു കൂട്ടം ആളുകളുണ്ട്, എൻ്റെ അസുഖം കൺട്രോൾ ആയല്ലോ, 4-5 പ്രാവശ്യമായി ഡോക്ടർ ഇതേ മരുന്ന് എഴുതിക്കൊണ്ടിരുന്നത്, അതേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മരുന്നുകളെല്ലാം തന്നെ മോണിറ്ററിങ് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റ് ആണെങ്കിൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ മാസമാസവും പിന്നെ 2 മുതൽ 3 മാസം വരെ കൗണ്ടും നമ്മുടെ ബ്ലഡ് കൗണ്ട്സും LFTയും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത ശേഷം മാത്രമേ കഴിക്കാവൂ. കാരണം അതിൻ്റെ ലെവലൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ഡോസ് തീരുമാനിക്കും, ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആളുകൾ അത് തന്നെ കഴിക്കുമ്പോൾ എന്ത് പറ്റും? അറിയാതെ സൈഡ് എഫക്റ്റുകൾ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്, കുറേയധികം ആളുകൾ വിചാരിക്കുന്നത്, ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്, ഈ ആർത്രൈറ്റിസിൻ്റെ മെഡിസിൻ എല്ലാം പെയിൻ കില്ലേഴ്സാണ്. അപ്പോൾ ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കഴിയുന്നതും കുറച്ച് ഡോസ് കഴിച്ചാൽ എനിക്ക് ആ വേദന വരാത്ത രീതിയിൽ കഴിച്ചാൽ മതി. ഒരിക്കലും അങ്ങനെയല്ല. ഇത് വളരെ കെയർഫുള്ളായിട്ട് മതി. ഇപ്പോൾ ഒരാൾക്ക് 4 മെഡിസിൻ ഉണ്ട്, മെത്തോട്രെക്സേറ്റ് ഉണ്ട്, HCQ ഉണ്ട്, അല്ലെങ്കിൽ ലെഫ്ലൂനമൈഡ് ഉണ്ട്, അങ്ങനെ 3 മരുന്നല്ല 4 മരുന്നുണ്ടെങ്കിൽ അത് ഏതാണ് കുറയ്ക്കേണ്ടതെന്നുള്ളത് ആ രോഗിയുടെ ബ്ലഡ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്ന്, മരുന്ന് കറക്റ്റ് സമയത്ത് കറക്റ്റ് പറയുന്ന ഡ്യൂറേഷന് മോണിറ്ററിങ്ങോട് കൂടി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടറെ കാണുമ്പോൾ അസുഖം കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ അതേ ഗുളിക കണ്ടിന്യൂ ചെയ്ത് അത് കുറയ്ക്കാൻ സാധിക്കും. കുറച്ച് കൊണ്ടുവന്ന് മിനിമം ഡോസിൽ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഡോക്ടർ നിങ്ങളുടെ അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ച് നോക്കിയ ശേഷം ആണ് അത് തീരുമാനിക്കുന്നത്.